പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും 9-ാം മാസത്തിൻ്റെ 3-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയെയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നിധി നമുക്ക് അടുത്തു ചെല്ലാം. 102-ാം സങ്കീർത്തനത്തെ സങ്കീർത്തനക്കാരൻ പാടുന്നു, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. ഈ ലോക ജീവിതം ക്ഷണികമാണെങ്കിലും ദൈവം ഓരോരുത്തർക്കും നിയമിച്ചിരിക്കുന്ന കാലം വരെ ഈ ഭൂമിയിൽ ജീവിച്ചേ മതിയാകൂ. ഈ ലോക ജീവിതം സുഖങ്ങളും സന്തോഷങ്ങളും മാത്രം കൊണ്ട് നിറഞ്ഞതല്ല. ദുരിതങ്ങളും രോഗങ്ങളും മനപ്രയാസങ്ങളും കഷ്ടങ്ങളും കൊണ്ട് പൂരിതമാണ് ഈ ജീവിതം. യോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവന് കട്ട സമ്പൂർണനുമാകുന്നു. അവൻ പൂ പോലെ വിടർന്ന് ഒഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. നാം എത്ര തന്നെ ദുരിതമൊഴിഞ്ഞ് ജീവിക്കുവാൻ ആഗ്രഹിച്ചാലും നനയാത്ത നേരത്ത് ദുഃഖത്തിനുള്ള കാരണങ്ങൾ നമ്മെ തേടിയെത്തും എന്നതിന് തർക്കമൊന്നുമില്ല. ജലപാനീയമില്ലാതെ മഴയ്ക്കോ വെള്ളത്തിനോ യാതൊരു സാധ്യതകളുമില്ലാത്തതായ മരുഭൂമിയിൽ ഇരുന്നു കൊണ്ട് വെള്ളത്തിനായി കേഴുന്ന ഒരു വേഴാമ്പലിന് തുല്യമാണ് തൻ്റെ ജീവിതാനുഭവമെന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ പാടുന്നു. വിവിധ കാരണങ്ങളാൽ മനുഷ്യൻ പലപ്പോഴും ശാരീരികമായും ആത്മീയമായും മാനസികമായും ക്ഷീണിക്കുന്നവരും തളർന്നു പോകുന്നവരുമാണ്. എന്നാൽ നമ്മെ കരുതുന്ന, നാം ആശ്രയിക്കുന്ന ദൈവം ഒരിക്കലും ക്ഷീണിക്കാത്തവനും ക്ഷീണിക്കുന്നവരെ ബലപ്പെടുത്തുന്നവനുമാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ക്ഷീണമുണ്ടാകുന്ന കാരണങ്ങൾ എങ്ങനെയാണ്? 31-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, എൻ്റെ അകൃത്യ നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചു, എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു. പാപം ചെയ്യുന്ന വ്യക്തി ആത്മീയമായും ശാരീരികമായും ക്ഷീണിക്കും. അവർക്കൊരിക്കലും ശക്തിപ്പെടുവാൻ കഴിയുകയില്ല. എഗസ്കേൽ പ്രവാചകൻ പറയുന്നു, അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയില്ല. ഒരുവൻ ആത്മീയമായി പിന്നോക്കം പോയ വ്യക്തിയാണെങ്കിൽ, എന്ന് വെച്ചാൽ ആരാധന മുടക്കുകയും ഉപവാസവും പ്രാർത്ഥനയും ഇല്ലാതെ ആത്മീയ ജീവിതം നമ്മെ തകർത്തുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളുമായുള്ള ബന്ധം ക്ഷീണിച്ചു പോകുവാൻ കാരണമായി തീരും. ഒരു അവിശ്വാസിയുമായി ഒരു ബന്ധവും വയ്ക്കാൻ പാടില്ല. ഇണയില്ല പിണ കൂടരുത് എന്നാണ് ദൈവവചനം പറയുന്നത്. നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് ദൈവം ചെയ്തു തരണമെന്ന് ആണ് എപ്പോഴും നമ്മുടെ പ്രാർത്ഥന. എന്നാൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം മറുപടി അയക്കുക തന്നെ ചെയ്യും. അതിന് തക്ക സമയമെന്ന് വചനം പറയുന്നു. ക്ഷമയില്ലാതെ നാം ദൈവത്തിൽ നിന്നും അകന്ന് പോയാൽ നാം ക്ഷീണിച്ചു പോകും. ഒടുവിൽ ദൈവം മറുപടി അയക്കുമ്പോൾ നമുക്ക് അത് പ്രാപിക്കുവാൻ കഴിയാതെയും വരും. പ്രിയ ദൈവവൈതലേ, ഈ 9-ാം മാസം 3-ാമത്തെ പ്രഭാതത്തിൽ ക്ഷീണിച്ചു തളർന്നു പോകാത്തവരായി നിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് ദൈവം ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. ആമേൻ. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ. നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. ക്ഷീണിക്കാതെ ദൈവത്തെ അധികമായി വിശ്വസിക്കുകയും ദൈവത്തെ കാത്തിരിക്കുകയും ചെയ്ത അബ്രഹാമിൻ്റെ ജീവിതം നമുക്കെന്നും ഒരു പ്രചോദനമായിരിക്കട്ടെ. ആകയാൽ നാം യാതൊരു വിധത്തിലും ആത്മീയമായും മാനസികമായും ക്ഷീണിക്കാതെ മുന്നോട്ട് പോയാൽ ഒരു വലിയ നിലയിൽ എത്താം. വില കൊടുത്താലേ ഒരു നിലയിൽ എത്തുവാൻ കഴിയുകയുള്ളൂ. ഭയപ്പെടേണ്ട കുഞ്ഞെ, ജയിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. ആകയാൽ ഈ പ്രഭാതം നാം ദൈവസന്നിധിയിൽ മരുഭൂമിയിൽ ആയിരിക്കുന്ന ഒരു വേഴാമ്പലിൻ്റെ അനുഭവമാണെങ്കിലും വേഴാമ്പലിന് ഒരു പ്രത്യാശയുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിന് എൻ്റെ ദാഹത്തെ തീർക്കുവാൻ കഴിയും. ഞാൻ നിലവിളിച്ചാൽ എൻ്റെ നിലവിളിക്ക് മറുപടി തരുമെന്ന് ആ വേഴാമ്പലിന് അറിയാം.
ശൂന്യസ്ഥലത്തെ മൂങ്ങ രാത്രി മാത്രമേ അതിന് കണ്ണ് കാണത്തുള്ളൂ, പകൽ കണ്ണ് കാണത്തില്ല. മറ്റ് സകല മൃഗങ്ങളും സകല ജീവികളും പകൽ ഇര തേടി രാത്രി വിശ്രമിക്കുമ്പോൾ പകൽ മൊത്തം കണ്ണു കാണാതെ എവിടെ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ മറഞ്ഞിരിക്കും. കാരണം എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിന് ഒരു രാത്രി എനിക്കായി കരുതുവാൻ കഴിയുമെന്നുള്ള പ്രത്യാശ ആ മൂങ്ങയ്ക്കുണ്ട്. ഇന്ന് ഈ പ്രഭാതം, ഈ 9-ാം മാസത്തിൽ നമ്മുടെ പ്രതീക്ഷകൾക്ക് ഭംഗം വരുവാൻ അനുവദിക്കാതെ ചില കൊയ്ത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മെ നടത്തുവാൻ ദൈവം ശക്തനാണ്. നമ്മുടെ കണ്ണുകളെ ദിവസത്തിനടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാശയോടുകൂടെ, വിശുദ്ധിയോടുകൂടെ, വേർപാടോടുകൂടെ നമുക്കായിരിക്കാം. ദൈവവേദിയിലെ ഇന്ന് പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ദൈവക്കുഞ്ഞുങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നിന്നാൽ, വിശുദ്ധിയോടുകൂടെ നിന്നാൽ കൊയ്ത്തുണ്ട് നിശ്ചയം. ആകയാൽ ലോകമോഹങ്ങളിലും ജാതിക മനുഷ്യരെ പോലെ നീ ജീവിക്കാതെ ദൈവഭയത്തോടുകൂടെ, വിശുദ്ധിയോടുകൂടെ, വേർപാടോടുകൂടെ ഉപവാസങ്ങളിലും പ്രാർത്ഥനകളിലും ആരാധനകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിലനിന്നാട്ടെ കൊയ്ത്ത് നിശ്ചയമായും പ്രാപിക്കുവാനിടയാകും. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതവും വേഴാമ്പനെ പോലെ ഞരങ്ങുന്ന കർത്താവേ, മുങ്ങയെപ്പോലെ പ്രത്യാശയോടുകൂടെ ആയിരിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും ദൈവമേ ഈ പ്രഭാതം മാനിച്ചാദരിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 9-ാം മാസം തൻ്റെ കുഞ്ഞുങ്ങൾക്കായി നല്ല കൊയ്ത്തുകൾ ഒരുക്കണമേ കർത്താവ്. കഴിഞ്ഞ നാളുകളിൽ കാലാപ്പറക്കിയ അനുഭവമാണെങ്കിൽ കർത്താവെ, ഈ നാളുകളിൽ സ്തോത്രം, കാലാപ്പറക്കുന്ന അനുഭവമല്ല, കൊയ്യുന്ന അനുഭവമാക്കി മാറ്റുവാൻ സ്വർഗം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം, ആയുസ്സും ദീർഘായുസ്സും നൽകണം, സമാധാനം സന്തോഷം നൽകണം. ഈ ഭൂമിയുടെ സമൃദ്ധിയും സ്വർഗീയ കൃപാവരങ്ങളും നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കും. മഹത്വം പങ്കെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. അമേൻ, അമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.